പ്രിയമുള്ളവരെ, എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി നാം ആചരിക്കാറുണ്ടല്ലോ. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനാചരണം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാനിവിടെ പറയട്ടെ. ഇവിടെ എന്താണ് പരിസ്ഥിതി എന്ന് നാം അറിയണം. നമ്മളും നമ്മുടെ ചുറ്റുപാടും എല്ലാം അടങ്ങുന്നതാണ് പരിസ്ഥിതി. നമുക്ക് വേണ്ട വായു, വെള്ളം, ഭക്ഷണം എന്നിവയെല്ലാം തരുന്നത് പരിസ്ഥിതിയാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഏതിനൊന്നും നാശം വരുമ്പോഴാണല്ലോ അതിനെ സംരക്ഷിക്കാൻ നമ്മൾ തിടുക്കം കാട്ടുന്നത്. അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നതാണ് പരിസ്ഥിതി സംരക്ഷണവും. അതായത് നമ്മുടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാൻ തുടങ്ങി എന്ന സാരം. 1972 ഐക്യരാഷ്ട്രസഭയാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന ഈ വർഷത്തെ പരിസ്ഥിതി ദിന സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം നമ്മുടെ ഭൂമി എന്നതാണ്. ഈ മുദ്രാവാക്യം നെഞ്ചിലേറ്റുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾക്ക് നാം ഊന്നൽ നൽകണം. ഭൂമി പുനഃസ്ഥാപിക്കൽ, വരൾച്ചയെ നേരിടൽ, മരുഭൂവൽക്കരണം എന്നിവയിൽ ശ്രദ്ധ ചെലുത്തണം. 40% വരെ ഭൂമി നശിച്ചു എന്നാണ് UN കണക്ക്. ഈ പോക്ക് ഇങ്ങനെ തുടർന്നാൽ 2050 ആവുമ്പോഴേക്കും ഏകദേശം 3/4 ഭാഗവും നശിച്ചു പോകും എന്നതിൽ തർക്കമില്ല. കൊടും വരൾച്ചയും കാലവർഷം എത്തുന്നതിന് മുമ്പേ രൂപപ്പെടുന്ന വെള്ളപ്പൊക്കവും ഇതിനെല്ലാം നേർസാക്ഷ്യങ്ങളാണ്. ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി? ബോധവാനാണ് എന്ന് സ്വയം അഹങ്കരിക്കുന്ന ബോധമില്ലാത്ത മനുഷ്യർ തന്നെ. ഒരു കാലത്ത് വീട്ടുവളപ്പിന്റെ ഭാഗമായിരുന്ന കുളവും കിണറും സർപ്പക്കാവുകളുമെല്ലാം വെറും അന്ധവിശ്വാസത്തിന്റെ മാത്രം ഭാഗമായിരുന്നില്ല. പെയ്തു വീഴുന്ന മഴവെള്ളത്തെ പിടിച്ചു നിർത്താനും മണ്ണിലേക്ക് ഇറക്കാനും നമ്മുടെ പൂർവ്വികർ സ്വീകരിച്ച ഒരു ഉപാധി കൂടെയായിരുന്നു ഇവയെല്ലാം. എന്നാൽ ഇടക്കാലത്ത് വെച്ച് ലാഭക്കുതി പൂണ്ട മനുഷ്യർ ഇവയെല്ലാം പാടെ തകിടം മറിച്ചു. സർവം സഹായ ഭൂമി, ഇതിനെതിരെ നൽകുന്ന ചെറു സൂചനകളാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ കേവലം ദിനാചരണങ്ങളിൽ ഒതുങ്ങാത്ത ഒരു തുടർ പ്രക്രിയയായി മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. പ്രകൃതിയുടെ കാവലാളായി മാറാനുള്ളതാകട്ടെ നമ്മുടെ ഓരോ നീക്കങ്ങളും എന്ന് ആശംസയോടെ നിർത്തട്ടെ. നന്ദി.